പലർക്കും നമ്മൾ സാധാരണഗതിയിൽ പണം സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ QR കോഡോ മറ്റോ നമ്മൾ അയച്ചു കൊടുക്കും. എന്നിട്ട് അതിലേക്ക് ഫണ്ട് ഇടാൻ പറയും. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു തെറ്റായ രീതി, തെറ്റ് എന്നതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല, പക്ഷേ ചില പരിധികളും പരിമിതികളൊക്കെ നമ്മുടെ ഈ UPI പേയ്മെൻറ്റ് സിസ്റ്റത്തിനുണ്ട്. ഒരു ദിവസത്തിൽ ഒരു നിശ്ചിത എണ്ണ അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ QR കോഡ് സ്കാൻ ചെയ്യുന്ന ഓപ്ഷൻ എടുത്തിട്ട് അപ്ലോഡ് ഫ്രം ഗാലറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കത് ഈ ഗാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു അക്കൗണ്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 3000 രൂപ ആഡ് ചെയ്യാൻ പോവുകയാണ്. 3000 ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നത് പേയ്മെൻറ്റ് ലിമിറ്റ് ഈസ് 2000 വെൻ യു അപ്ലോഡ് QR കോഡ്. അതായത് ചെറുതായിട്ട് എഴുതി കാണിക്കേണ്ടത് നമ്മൾ അത്ര ശ്രദ്ധിക്കില്ല. അപ്പോൾ അതിൽ 2000 രൂപ മാത്രമേ അയക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ അക്കൗണ്ടിക്ക് 2000 കൂടുതൽ ചിലപ്പോൾ 5000, 20,000, 30,000 ഒക്കെ അയക്കാണ്ടാവും. പക്ഷെ ഒരിക്കലും നമുക്ക് ഇതുപോലെ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുന്നതിന് പകരം ഇതേപോലെ ഗ്യാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് അയക്കാൻ പറ്റില്ല. ഇനി ഞാൻ മറ്റൊരാളുടെ ഫോണിൽ നിന്ന് നമ്മുടെ ഈ ഒരു അക്കൗണ്ടിലേക്ക് പൈസ അയക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അക്കൗണ്ടിൻ്റെ QR കോഡ് വേറൊരു ഫോണിലേക്ക് സെൻഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മൾ സ്കാൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ അതേ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെയാണ് ഈ അയക്കുന്നത്. നമ്മൾ നേരത്തെ ഗ്യാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്ത അതേ അക്കൗണ്ട് തന്നെയാണ്. ഇവിടെ ഞാൻ 3000 എന്ന് അടിച്ച് നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് നേരെ പാസ്വേഡ് അടിക്കുന്ന ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 3000 അയക്കാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ട് പണം സെൻഡ് ചെയ്യണില്ല. എങ്കിലും ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തന്നു മാത്രം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള പ്രയാസം നേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കുക.